നമസ്കാരം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മിക്കവാറുമുള്ള കുടുംബങ്ങളിലെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഇടപെടുന്നതാണ്. ഒന്നെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇടപെടുന്നതാണ്. ഇതിൽ നിന്ന് ഇപ്പം ഞാൻ പറയാൻ കാരണം, എൻ്റെ തൊട്ട അയൽവക്കത്ത് ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇതിങ്ങനെ എനിക്കൊരു പറയണം എന്നൊരു വീഡിയോ ഇടണം എന്ന് തോന്നിയത്. എനിക്കറിയാവുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലിയാണ്. അപ്പം അവിടെ മരുമകളായിട്ട് വന്നു. ഈ മരുമകൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യകാലം തൊട്ട് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വിളിച്ച അമ്മയുടെ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയോടും അച്ഛനോടും വിളിച്ചു പറയും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് 5-6 മാസമായപ്പോഴത്തേനും എന്തുണ്ടെങ്കിലും, നല്ലതുണ്ടെങ്കിലും ചീത്തയുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ തമാശ രൂപേണയൊക്കെ ആയിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ അമ്മ കാര്യം പറഞ്ഞാൽ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അമ്മയായിരുന്നു. ആ അമ്മ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പം ഈ അമ്മയ്ക്ക് ഇച്ചിരി വാശി, അതെന്തിനാ അവരെ ഇവിടെ ഇടപെടുന്നത് എന്നുള്ള രീതിയിലായി. അങ്ങനെ 1ഉം 2ഉം പറച്ചിലായി. അത് അച്ഛനെ ഏറ്റുപിടിച്ചു, മകനെ ഏറ്റുപിടിച്ചു. അവസാനം ഡിവോഴ്സിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം ഈ മകള് പറയുന്ന പല കാര്യങ്ങളും, ഇവിടെ രാങ്കൊച്ചും ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പം അവരുടെ കാര്യങ്ങളും അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളും, അച്ഛനിങ്ങനെ ഇച്ചിരി സ്മോൾ അടിച്ചിട്ട് വരും. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയും. അമ്മ അങ്ങനെ ചെയ്യും, നാത്തൂനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊരൊറ്റ പോക്കും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമാവുകയും ചെയ്യും. ഇതൊന്നും അവർക്കൊരു പരാതി ഇല്ലാണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരിരുന്നത്. പക്ഷേ ഈ മരുമകൾ എന്നാ കാണിക്കും, എല്ലാം ചെന്ന് അവിടുത്തെ അമ്മയോട് പറയുമ്പോൾ അവിടുത്തെ അമ്മ കുറച്ച് കഴിയുമ്പോൾ ഒന്നുമല്ലാക്കി ഈ അമ്മേനെ ഫോൺ വിളിക്കുന്നു. ഈ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവസാനം അത് വഷളാകുകയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അത് മകനെ ഏറ്റുപിടിച്ചു. മകൻ പിന്നെ പോകണ്ട എന്ന് മകളോട് പറയുകയും, അത് ഞാൻ പോയാൽ എന്നാ പറ്റുന്നത് എന്ന് ചോദിക്കുക. എൻ്റെ അച്ഛനും അമ്മയല്ലേ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലേക്കാകുകയും ചെയ്തു. പലപ്പോഴും ഇങ്ങനെയുള്ള മാതാപിതാക്കൾ വരുത്തുന്ന ഈ മക്കളെ കെട്ടിച്ചു വരുന്ന മാതാപിതാക്കൾ പറ്റുന്ന കുഴപ്പം എന്നാണെന്നറിയാമോ? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ, നീ ഇങ്ങ് വാ, ഇങ്ങ് പോരെ, നീ ഇങ്ങ് പോരെ, നീ ഉള്ളതെല്ലാം എടുത്തോണ്ട് ഇങ്ങ് പോരെ എന്നിങ്ങനെ പറയും. പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. പണ്ട് കാലത്ത് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും കെട്ടിയതിൻ്റെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞിട്ടല്ലേ വിടുന്നത്. വലിയ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമല്ലേ നമ്മളൊരു വിഷയമാവുള്ളൂ. കാരണം രണ്ട് സാഹചര്യത്തിൽ നിന്ന് ചെന്നവരല്ലേ ഒന്നിച്ച് ജീവിക്കുന്നത്, അല്ലേ? അതല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പോരെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയല്ലേ വേണ്ടത്. ഇത് അങ്ങനെയല്ല. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ നീ പോരെ എന്ന് പറയും. പിന്നെ അത് തന്നെയല്ലേ എല്ലാ കാര്യത്തിനും മകൾ ചെയ്യണം. ശരിയാ, അതാ, നീ അങ്ങനെ പറഞ്ഞാൽ മതി, നീ ഇങ്ങനെ നിന്നാൽ മതി, നീ ഒന്നും ചെയ്യാൻ പോകണ്ട, നീ എന്തിനാ അവിടെ പണിയണത്, അത് അമ്മയുടെ പേരിലുള്ള സ്ഥലമല്ലേ. ഇങ്ങനെയൊക്കെ പണ്ട് കാലത്ത് എല്ലാവരുടെയും സ്വത്തുക്കൾ അച്ഛൻ്റെ അമ്മയുടെ പേരിലായിരിക്കും, ഇല്ലേ? ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അമ്മയുടെ പേരിൽ വീടും അച്ഛൻ്റെ പേരിൽ സ്ഥലവും കിടക്കുന്നവരാണ്. രണ്ടുപേരുടെയും കൂടി. അമ്മയ്ക്കായിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നു, അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അവർ ഹൗസ് ലോൺ എടുത്തിട്ടാണ് വീട് പണിത്. അപ്പം അമ്മയുടെ പേരിലാണ്. അപ്പം ഈ പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കണേനാ, നീ അവിടെ കിടന്നിട്ടൊന്നും കാര്യമില്ല, അത് നീത്തി കൊണ്ടുപോകുള്ളൂ. കാരണം അവൾ നല്ല തഞ്ചത്തിലാണ് നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സ്ക്രൂ കയറ്റി അവസാനം അലമ്പേലായിട്ട് രണ്ടുപേരും കൂടെ വേർപിരിയും. അതുപോലെ തന്നെ നീങ്ങി പോരുകയും ചെയ്തു. ഈ പല വീട്ടിലും പെൺകുട്ടികൾ ചെല്ലുമ്പോഴത്തേന് ഈ പെൺകുട്ടികൾക്കൊരു എതിർപ്പ് ആ വീട്ടിലുണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ അമ്മമാർ പറഞ്ഞു വിട്ടത് പറഞ്ഞാൽ, നമുക്ക് ആ വീട്ടിൽ നമ്മുടെ പേരിലൊന്നുമില്ല, നമുക്ക് ഹസ്ബൻഡുമായിട്ട് ബന്ധമുള്ളൂ, നിൻ്റെ ഭർത്താവുമായിട്ട് നിനക്ക് അവിടെ ബന്ധമുള്ളൂ, അച്ഛനെയും അമ്മേനെയും അനിയന്മാർ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ പെങ്ങൾ നോക്കിക്കോട്ടെ എന്നൊക്കെ പറയുന്ന അമ്മായിമ്മമാരും ഉണ്ട്. അപ്പം എന്താ പറ്റണേ? അതങ്ങനെയാകുമ്പം കൂടുതൽ ഇവർക്കൊരു സ്നേഹം ആരോടും കാണിക്കാൻ തോന്നില്ല. ഇവരകന്നകന്ന് പോകാൻ തുടങ്ങും. അതാണ് പറ്റുന്ന ഇവരുടെ ജീവിതത്തിൽ. എന്നാൽ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവുകൾ മുഴുവൻ ഈ മക്കളുടെ ഉള്ളിലേക്ക് പറഞ്ഞു അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അത് കുഴപ്പമില്ല, അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്, എല്ലാവരും ഞാനും ഇതൊക്കെ അനുഭവിച്ചു വന്നതാണ്, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനല്ലേ നോക്കണ്ടേ. അതിന് നീങ്ങ് പോരെ എന്നും പറഞ്ഞ് ഈ സമയം വിളിച്ചു വരുത്തിയിട്ട് ഒട്ടി ഇവിടെ എന്നിട്ട് സ്വൈര്യം ഉണ്ടാവുമോ? ഇവിടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാനക്കേടാന്ന് പറഞ്ഞ് അതും തുടങ്ങും. അവസാനം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കി മിക്കവാറും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നിടത്ത് എന്നാ പറ്റണമെന്നറിയാമോ? ഈ മകനും മകൾക്കും കൂടെ ഒന്നിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും. അവർ എങ്ങനെയാണേലും അവർക്ക് ഒന്നിച്ചു പൊക്കോളാം എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു.
പക്ഷേ ഈ അച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മായിയമ്മയും സമ്മതിക്കില്ല. അവർക്ക് ആ വെറുപ്പ് വന്നു കഴിയുമ്പോൾ അവരങ്ങ് പരമാവധി അങ്ങ് അകലാനേ ശ്രമിക്കുകയുള്ളൂ. വേണ്ടാടാന്ന് പറയും. നമുക്ക് ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇവരെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അത് സമ്മതിക്കില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒന്ന് പരസ്പരം ഒന്ന് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അത് സമ്മതിക്കില്ല. പിന്നെയുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും തുറന്ന് സംസാരിക്കുക. പിന്നെ ഈ ഒരു കുടുംബവും ഇല്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വീടുകളില്ലാന്ന് ആദ്യം മക്കൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അത് തന്നെയല്ല, എല്ലാ കാര്യത്തിലും അവരുടെ ഭക്ഷണം കഴിക്കുന്നതിലും അവരുടെ വസ്ത്രദാനത്തിലും അവരുടെ എല്ലാ കാര്യം അവരുടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ഈ പെൺമക്കളുടെ അമ്മമാർ ഇടപെട്ടുകൊണ്ടിരുന്നാലും പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു പണിയും പഠിപ്പിക്കാതെ ചില പെൺപിള്ളേരെ ചില കെട്ടിയന്മാരുടെ വീടുകളിലേക്ക് കെട്ടിച്ചു വിടും. അവിടെ ചെന്നിട്ട് ഒരു വക ചെയ്യില്ല. ഇങ്ങനെ കാലുമേ കയ്യിലും കയറ്റിയിരിക്കുകയുള്ളൂ. നമ്മൾ അത്യാവശ്യം നമുക്ക് എവിടെ പോയാലും ജീവിക്കാനുള്ള പണികൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം, ആൺപിള്ളേരെയും പെൺപിള്ളേരെയും പഠിപ്പിക്കണം. അതിന് പ്രത്യേകതയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ മേല. എല്ലാ ഹോട്ടലിൽ നിങ്ങൾ മേടിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികവും പോവും, നമ്മുടെ ആരോഗ്യവും പോവും. അപ്പം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വീട് തുടയ്ക്കാനും പണിയെടുക്കാനും ഒക്കെ നമ്മളെ മക്കളെയും പെൺപിള്ളേരെയും പഠിപ്പിച്ചു വരണം നമ്മൾ. അതല്ലാണ്ട് എൻ്റെ മകളൊന്നും ചെയ്യില്ല, എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല, അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ട് വല്ല ആളെയും വെച്ച് അവൾ ചെയ്തോട്ടെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം. അതൊക്കെ നമ്മുടെ തെറ്റുകൾ നമ്മൾ മൂടി വയ്ക്കാൻ പറയുന്ന വാക്കുകൾ മാത്രമാണ്. എനിക്ക് 2 ആൺപിള്ളേരാണ്. ഞാൻ ആ 2 ആൺപിള്ളേരെ അവർക്ക് ആവശ്യമുള്ള പണികൾ ചെയ്യിപ്പിച്ചാൽ പഠിപ്പിക്കുന്നത്. അതല്ലാതെ എൻ്റെ കുടുംബത്തിലെ എല്ലാ പിള്ളേരും തന്നെ അങ്ങനെ ചെയ്യുന്നത്. ആൺപിള്ളേരെ പെൺപിള്ളേരും വ്യത്യാസമില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ താലോചിച്ച് അവർക്ക് ഇരിക്കുമ്പോൾ എന്നാണെന്നറിയാമോ, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ മടിയാകും. അതിൻ്റെ പേര് പ്രശ്നങ്ങളാകും. നീ ചെയ്യുക ഞാൻ ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അതിനാദ്യമേ തന്നെ മകളെയും മകനെയും നമ്മൾ അടുക്കളപ്പണിയും പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ പഠിപ്പിച്ചിരിക്കണം. ചില ഭർത്താക്കന്മാർ ചില ഭാര്യമാരോട് പറഞ്ഞു കേട്ടിട്ടില്ലേ, എടി ഇതിങ്ങെടുത്തു എന്ന്. പണ്ടത്തെ കാലത്തുള്ള ഒരു സ്വഭാവമാണ്. ഇന്നത്തെ പിള്ളേരുടെ അടുത്തൊന്നും ഒരുമാതിരി പിള്ളേരൊന്നും, എനിക്ക് തോന്നുന്നു ഒരു 99% പിള്ളേരും അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പഠിച്ച് വേണം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് കുടുംബജീവിതത്തിൻ്റെ. പരസ്പരം സഹായിക്കുക, അടുക്കളയിലാണെങ്കിൽ സഹായിക്കുക, അത് അമ്മേനെയാണേലും ഭാര്യേനെയാണേലും അച്ഛനെയാണേലും ആരെയാണേലും അത് സഹായിച്ച് ഒക്കെ മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ ആ കുടുംബജീവിതം സന്തോഷകരമായിരിക്കുന്നേ. അല്ലാണ്ട് ഏത് സമയം ഈ വീട്ടിലേക്ക് ന്യൂസും പറഞ്ഞുകൊണ്ടിരുന്ന പെൺപിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ലാത്ത ചില പിള്ളേരെ അതൊക്കെ ചെയ്യണം. എന്തെങ്കിലും പണിക്ക് പോകണവർക്കൊക്കെ അതിൻ്റെ ആ സമയം അവർ പുറത്തു പോകും. ഇതൊന്നുമില്ല, വീട്ടിൽ ഇരിക്കണവർ ഇങ്ങനെ ഫോൺ മണിക്കൂറുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മണിക്കൂറാണെന്നറിയാം ചില മക്കൾ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത എല്ലാം കേൾക്കുകയും ചെയ്യും. അതേപോലെ ചില അമ്മമാരുണ്ട്, മക്കൾക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് തൊട്ടാലേതാണ്ട് എന്ത് ചെയ്താൽ പോരില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ പോന്നു കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അവർ നോക്കണത് മുഴുവൻ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ടെന്നറിയാമോ. അമ്മ എടുക്കണ ഇഷ്ടമല്ല, അമ്മ ഉമ്മ വയ്ക്കണ ഇഷ്ടമല്ല, അമ്മ ഉമ്മ വെച്ച് കവിള് ചാടി കൊച്ചിന്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനത്തെ അസുഖമുണ്ട് ഇങ്ങനെ അസുഖമുണ്ട്, കൊച്ചിൻ്റെ സ്കിന്നെല്ലാം ചീത്തയായി പോവുക, വെയിൽ കൊള്ളുക, എന്തൊക്കെ കഥകൾ കേൾക്കാമെന്നറിയാമോ നമുക്ക് ചില പെൺപിള്ളേരുടെ അടുത്ത് നിന്നിട്ടുണ്ടല്ലോ. നമ്മളവർക്ക് ഈ പെൺപിള്ളേർ ഇങ്ങനെയൊന്നും പറയില്ല എന്ന്, പക്ഷേ ഇതിങ്ങനെ പറയുന്ന പെൺപിള്ളേരും ഉണ്ട് കേട്ടോ. ആൺപിള്ളേരും ഉണ്ട്, സ്വന്തം അമ്മയോടും അച്ഛനോടും അമ്മ എടുക്കണ്ട എന്നൊക്കെ പറയുന്ന ആൺപിള്ളേരും ഉണ്ട്. നമ്മളവർക്ക് ഇതൊക്കെ നിസ്സാരമാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കണം, അവരും എത്രയോ മക്കളെ വിട്ടിട്ട് വന്ന കാരണവന്മാർ, അവർക്കറിയാം, അവർക്കൊരു കൊച്ചിനെ വളർത്തേണ്ട രീതി അറിയാം. അല്ലാണ്ട് എൻ്റെ കുഞ്ഞ് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പ്രസവത്തിനായിട്ടാണ് മകളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്. കാരണം അവിടുത്തെ ആ സുഖസൗകര്യത്തിലാണല്ലോ ജീവിച്ച് വളർന്നേക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വന്തം കൊച്ചിനെ നോക്കണം. അവിടെയാണെങ്കിൽ അമ്മ കൊച്ചൊന്ന് കരയുമ്പോഴത്തേനും അയ്യോ കൊച്ചെന്നാ കരയണേന്ന് ചോദിച്ച് ഓടിച്ചെന്നു. അവിടെ എന്തെങ്കിലും മകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴത്തേനും ഇങ്ങനെ ഈ പുന്നാരിച്ചങ്ങ് വളർത്തും. അത് തന്നെ കുടുംബജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്യും. ഒത്തിരി മക്കളെ പുന്നാരിക്കരുത്, സത്യം ഞാൻ പറയാം. ഒത്തിരി ആണാണേലും പെണ്ണാണേലും ഒത്തിരി താലോലിക്കാൻ പോയിട്ടുണ്ടല്ലോ ആ പിള്ളേരുണ്ടല്ലോ, ഒരു വക പറഞ്ഞാൽ കേൾക്കില്ലാത്ത മക്കളായിരിക്കും. വേറെ ദോഷമൊന്നും കാണിക്കില്ല, പറഞ്ഞാൽ കേൾക്കില്ലാത്ത എല്ലാത്തിനും അലസതയും മടിയും കെട്ടിയവന്മാരോടുള്ള ഇങ്ങനെ ഈ ഒത്തിരി പുന്നാരിച്ചു തന്നെ പെൺപിള്ളേർക്ക് എല്ലാം വേണം, എനിക്കത് വേണം ഇത് വേണം, എന്ത് കണ്ടാലും വേണം. അങ്ങനത്തെ സ്വഭാവമുള്ള പെൺപിള്ളേർ വളർന്നു വരുമ്പോൾ അവരുടെ മക്കളെ അങ്ങനെ തന്നെ ആക്കി എടുത്തു വരും. അത് പിന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നം, സാമ്പത്തികമൊക്കെ ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കും. പിന്നെ അവർക്കൊരു ഡിപ്രഷനിലേക്ക് അവർ മാറിപ്പോവും. അതിനു മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ മിതവ്യയം പഠിപ്പിച്ചു വയ്ക്കുക.
അടുക്കളപ്പണികളെല്ലാം ചെയ്യാൻ ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കുക. 2 പേർക്ക് ഇത് ബാധകം. പിന്നെ എല്ലാ കാര്യങ്ങളും ഈ വീടുകളിലേക്ക് പറച്ചിൽ നിർത്തുക. എന്നെ ഉണ്ടെങ്കിലും അധികം ഒന്ന് തുമ്മിയിട്ടുണ്ടെങ്കിൽ ഉടനെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ച് പറയുന്ന ആ സ്വഭാവം നിർത്തുക. വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക. ഭർത്താവിൻ്റെ അമ്മയെ പറയണേ, ഭർത്താവിൻ്റെ അച്ഛനാ പറയണമെങ്കിലും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ പെൺപിള്ളേർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവനവൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ജോലിക്ക് പോകുന്നവർ കൃത്യമായിട്ട് ജോലിക്ക് പോവുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് തന്നെയല്ല ഈ പിന്നെ 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി അകന്നു പോയി കഴിഞ്ഞാൽ അത് എന്തൊരു മോശമായൊരു ഇടപാടാണ്. നമ്മൾ ഓർത്ത് നോക്കി. അവർ പിന്നെ ബദ്ധ ശത്രുക്കളെ പോലെ ആവുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. പിന്നെ അവർ കണ്ടാലും മിണ്ടില്ല, ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കില്ല, അങ്ങ് അകന്നകന്ന് പോകും. അത് ആരുണ്ടാക്കി വയ്ക്കുന്ന? ഈ പെൺകുട്ടികൾ ഉണ്ടാക്കി വയ്ക്കുന്നതല്ലേ. ഒന്ന് ഓർത്ത് നോക്കി. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ തുടങ്ങി വയ്ക്കും. അവർക്ക് ചിലപ്പോൾ പ്രശ്നം കാണില്ല, പക്ഷേ അത് മാതാപിതാക്കൾ ഏറ്റുപിടിക്കുമ്പോഴത്തേന് പ്രശ്നമായി തിരികെ അത് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. നമ്മൾ പറഞ്ഞു കേട്ടില്ല, വാവിട്ട നാക്കും വാക്കും എറിഞ്ഞ ആയുധവും ഒരുപോലെയാണ്. കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് 2 അപകടം ഉണ്ടാക്കും സാധനം. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കാവുള്ളൂ. ഈ ചില അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ വാക്കുകളൊക്കെ അങ്ങ് പ്രയോഗിക്കും. ഈ കുടുംബ ഡൈവോഴ്സ് കേസൊക്കെ ആകുമ്പോഴത്തേനും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ മോശക്കാരാക്കുന്നത് ആ രീതിയിൽ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അത് തുടങ്ങി വെച്ചത് എവിടുന്ന നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിസ്സാര കാര്യത്തിനായിരിക്കും ഇതെല്ലാം തുടങ്ങി വെച്ചത്. നിസ്സാര കാര്യത്തിന്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബജീവിതമാണ് കളഞ്ഞു പോകുന്ന നല്ലൊരു ജീവിതമാണ് നമുക്കുണ്ടാകുന്നത്. അത് ഇന്നിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നല്ലതായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കും. നമുക്ക് വിധിച്ചതാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇതിനെല്ലാം ഓരോന്നിലും എത്ര കഷ്ടപ്പാടിലും നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് പറയണ കേൾക്കാൻ പാടില്ല. സുഖത്തിലും ദുഃഖത്തിലും എല്ലാം കൂടെ ഉണ്ടായിരിക്കണം ഒരു പങ്കാളി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന കേൾക്കാൻ പാടില്ല അച്ഛന്മാരെ. ശരിയല്ലേ അത്? പക്ഷെ എത്ര പേര് നിൽക്കുന്നുണ്ട് അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും നിന്നാലേ അവിടെ ഒരു എന്നു പറഞ്ഞാൽ ഒരു പരസ്പര റെസ്പെക്റ്റ് ഉണ്ടാകുകയുള്ളൂ. അല്ലാണ്ടൊന്നും നൂലെ കെട്ടി ഇത്ര സുഖത്തിലേക്കൊന്നും ആരെയും കൊണ്ട് ഇറക്കുന്നില്ല. ഒരു കുടുംബജീവിതം ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചത്. നൂലെ കെട്ടി ഇറക്കിയ ബന്ധങ്ങളൊന്നും എല്ലാം ചെയ്തും എല്ലാം പരസ്പരം അത്യാവശ്യം നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ പറമ്പിപ്പണിയൊന്നുമില്ലല്ലോ. ആകെ അടുക്കളയിൽ അവനവന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടികൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അവനവൻ്റെ തുണിയിട്ട് അലക്കണം. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കല്ലേലിട്ടലക്കി അരകല്ലയിൽ അരച്ച് ആട്ടിയൊക്കെ ആയിരുന്നു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വെള്ളമൊക്കെ കോരി. ഇന്നിപ്പോൾ എല്ലാം സ്വിച്ച് തീരുന്ന പരിപാടികളേ ഉള്ളൂ. എന്നിട്ട് പോലുമാണ് ഈ പല കുടുംബത്തിലെ അലമ്പുണ്ടാകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം ഇതിനെന്താ പറയുക? ധിക്കാരങ്ങൾ കുറയ്ക്കാതെ ഒന്നും പെൺപിള്ളേരൊന്നും മുന്നോട്ട് പോകില്ലാന്നേ. ഒത്തിരി പെൺപിള്ളേർക്ക് ധിക്കാരികളുണ്ട്. ഞാൻ പറയും, ഇതിപ്പോൾ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പെൺകുട്ടികളുണ്ടായിരിക്കാം. കാരണം പറയാതിരിക്കാൻ വയ്യ. ഓരോ കുടുംബത്തിൽ വന്നിട്ട് അലമ്പുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കുടുംബവും കൂടെ നശിപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ഇടപെടരുത്. അത് വലിയ പ്രശ്നമാകുവാണെങ്കിൽ മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഒന്ന് അവിടെ തന്നെ നുള്ളി പിച്ചി മാന്തി എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നീ നിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിടണം. അല്ലാതെ ഈ അപ്പം ഉണ്ടല്ലോ പിന്നെ വരാണ്ടിരിക്കും, പിന്നെ ഈ പറച്ചിലും നിർത്തും, പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങും. അല്ലാതെ ഈ ആദ്യകാലത്തിൽ അവനെന്നെ ഞൂണ്ടി അവനെന്നെ പിച്ചി അമ്മ അങ്ങനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുമ്പോൾ അതെല്ലാം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണോ ആ തള്ളയുടെ മൈൻഡ് ചെയ്യണ്ട, നീ അങ്ങനെ ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കരുത് ഒരൊറ്റ മക്കളെ. ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ കണ്ടും കേട്ടും പറഞ്ഞു തരുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ. എനിക്ക് അമ്മായിമ്മ ഇല്ലായിരുന്നു കേട്ടോ, അമ്മ മരിച്ചു പോയതായിരുന്നു. എങ്കിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ നടന്ന സംഭവങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരിക്കലും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും തീരുന്ന പ്രശ്നമല്ല. നമ്മുടെയൊക്കെ ജീവിതം അവസാനിച്ചാൽ അമ്മായിപ്പം പ്രശ്നവും കുടുംബ പ്രശ്നവും തീരുകയുമില്ല. അപ്പോൾ സമാധാനം വേണമെങ്കിൽ പിന്നെ ഒന്നാമത് മാറി താമസിക്കുക, പറ്റുമെങ്കിൽ മാറി താമസിക്കുക, ഇല്ലെങ്കിൽ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുക. ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ ഒന്നിച്ചു കൂടുന്നതെന്ന് വിചാരിക്കണം. യാതൊരു ബന്ധമില്ലാത്തവർ തമ്മിൽ ഒന്നിച്ചു കൂടുന്ന, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്പര വിശ്വാസക്കുറവും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. സ്വാഭാവികം മാത്രം. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് ആയിപ്പോക്കും. അതിലേക്ക് നമ്മൾ എത്ര ദേഷ്യമുള്ള ആളാണെങ്കിലും ചില വീട്ടിൽ ചെല്ലുമ്പോൾ ശാന്തരായിട്ട് വരും.
ചിലർ എന്തോരം സ്വഭാവങ്ങൾ മാറുന്നുണ്ട്. പണിയൊന്നും ചെയ്യാത്ത പെൺപിള്ളേർ എന്തോരം നല്ല കുക്കുകളായിട്ട് മാറുന്നത് ഉണ്ട് ഇല്ലേ. കൊച്ചുങ്ങളെ ഒന്നും നോക്കാനറിയാൻ മേലാത്ത പെൺപിള്ളേർ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പിള്ളേരെയൊക്കെ നോക്കുന്ന നല്ലൊരു അമ്മയായിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും, നല്ലൊരു ഭാര്യയായിട്ടിരിക്കണം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ മാറാൻ സാധിക്കും എല്ലാവർക്കും. സമയമെടുക്കുമെന്ന് മാത്രം, നമുക്കൊരു ട്രെയിനിങ് പീരീഡാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ഇതൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം ഇനി അവിഹിതങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാതിരിക്കുക ഭേദം. അതിൻ്റെ പേരിലെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു കാലത്തും അവിടെ നിൽക്കരുത്, അതിനെ ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യരുത്. നമ്മുടെ വീടുകളെ പറ്റിക്കൊള്ളണം, അതാണ് നല്ലത്. അല്ലാതെ അതിനെ ന്യായീകരിച്ച് അതിന് നന്നാവും എന്ന് വിചാരിച്ചാലും അതൊരിക്കലും നന്നാവില്ല. ഇനി നന്നായാൽ തന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. നമ്മൾ ആ ഒരു കണ്ണോട് കൂടിയായിരിക്കും എപ്പോഴും ആ വ്യക്തികളെ, ഭാര്യേനെയാണേലും ഭർത്താവിനെയാണേലും കാണുന്നത്. ഇങ്ങനെ അയാളുടെ ശരി, അയാളെ ആരെയാണ് ഫോൺ വിളിക്കുന്നത്, അയാളെ എങ്ങോട്ടാണ് നോക്കുന്നത്, അയാൾ എവിടെയാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പം അങ്ങനെയുള്ള പരിപാടി ഉള്ളവരെ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ബെൽ ബട്ടൺ അമർത്തണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.